ഹായ് ഓൾ. വെല്ലുവിളികളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാം. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ സങ്കടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഈ ഒരു ജീവിതം സുഖവും ദുഃഖവും സന്തോഷവും എല്ലാം കൂടിച്ചേർന്നതാണ്. ഇത്തരം തിരിച്ചടികൾ വരുമ്പോൾ നാം ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. കാരണം ഇതാണ് നമ്മുടെ ജീവിതം. തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തളർന്നു പോകുമ്പോൾ നമ്മൾ ചിത്രശലഭത്തിൻ്റെ കഥ ഓർക്കുക. ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ നാം ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ് വേണ്ടത്. കാരണം വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെയാണ് വലിയൊരു ലക്ഷ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത്. അതൊന്നുമില്ലെങ്കിൽ ജീവിതം വെറുതെ അങ്ങനെ നിശ്ചലാവസ്ഥയിൽ തന്നെയിരിക്കും. അതുകൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആത്മവിശ്വാസത്തോടെ നേരിടുക. നമ്മുടെ ജീവിതത്തിലെ ഇതുവരെയുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി പറയുക. വെല്ലുവിളികളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? ജീവിതത്തിൽ ഇനി തിരിച്ചടികൾ വരുമ്പോൾ താഴെ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നാം തിരിച്ചറിയുകയും അതിനെ ഒരുപാട് വിലമതിക്കുകയും വേണം. നാം ജീവിച്ചിരിക്കുന്ന ഈ നിമിഷത്തിന് പോലും ഒരുപാട് വില നമ്മൾ നൽകണം. പൊതുവെ നാം വലിയ വലിയ കാര്യങ്ങളെ മാത്രമാണ് വില നൽകാറുള്ളൂ. ഇനി അത് മുന്നോട്ട് പോരാ. ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളെ പോലും ഓർത്ത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി പറഞ്ഞ് ശീലിക്കണം. ആ ശീലം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുക. ഒപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. അതായത് ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് വരെ നമുക്ക് നന്ദി പറയാം. നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം എത്തിച്ചു തന്ന ഡെലിവറി ബോയ്ക്ക് വരെ നന്ദി പറയണം. ഇങ്ങനെ നോക്കിയാൽ ഓരോ ദിവസവും എത്രയെത്ര നല്ല നല്ല കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ ആർക്കും തന്നെ ഇതൊന്നും വലിയ കാര്യങ്ങളായി തോന്നുകയില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദിയുള്ളവരായിരിക്കുക. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പരാതികൾക്ക് സ്ഥാനമുണ്ടാകരുത്. എന്തിനും ഏതിനും പരാതി പറയുന്നത് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണാം. പരാതികൾക്ക് പകരം നമ്മുടെ മനസ്സ് നന്ദി കൊണ്ട് നിറയട്ടെ. ഇതോടെ ഇതുവരെ പരിഹാരം ലഭിക്കാതിരുന്ന പല പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ പരിഹാരം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഏതൊരു വെല്ലുവിളികൾക്കും നന്ദിയുള്ളവരായിരിക്കുക. ജീവിതത്തിൽ പോസിറ്റീവായ കാര്യം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, നമുക്ക് നെഗറ്റീവ് തോന്നുന്ന ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങൾക്കും ഇന്ന് മുതൽ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ ചിത്രശലഭത്തിൻ്റെ കഥ ഓർക്കുക. ചില യാതനകളിൽ കൂടി കടന്നുപോയാൽ മാത്രമാണ് നമുക്ക് ഉയർന്നു പറക്കാൻ സാധിക്കുന്നത്. ഒരുപാട് യാതനകൾ കഴിഞ്ഞാണ് ചിത്രശലഭം പറന്ന് ഉയർന്നു പോകുന്നത്. വെല്ലുവിളികൾ നമുക്ക് തരുന്നത് വളരാനുള്ള വലിയ അവസരങ്ങൾ കൂടിയാണെന്ന് ഓർക്കുക. സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാം. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വഴി, നിങ്ങളുടെ അത്ര സൗഭാഗ്യങ്ങൾ ലഭിച്ചിട്ടില്ലാത്തവരെ സഹായിക്കുന്നത് വഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും സന്നദ്ധ പ്രവർത്തനങ്ങൾ വഴിയൊരുക്കും. മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആന്തരിക സന്തോഷം വളരെ വളരെ വലുതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സമയം മാറ്റിവെക്കുക. നമ്മുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും സമയം പങ്കുവെക്കുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള നന്ദിയുടെ വികാരമാണ്. സ്നേഹിക്കാൻ ഇത്രയും പേർ കൂടെയുണ്ടല്ലോ എന്ന ചിന്ത നമുക്ക് തരുന്ന സന്തോഷം ചെറുതായിരിക്കില്ല. അത് ബന്ധങ്ങൾ കൂടുതൽ കൂടുതൽ ദൃഢമാക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്നേഹവും നന്മയും വന്ന് നിറയുകയും ചെയ്യും. നമുക്ക് ലഭിക്കാതെ പോയ കാര്യങ്ങളെ ഓർത്ത് മനസ്സൊരിക്കലും വിഷമിക്കരുത്. എന്തുകൊണ്ടാണ് നമുക്ക് നന്ദിയുടെ അനുഭവപ്പെടാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങളിലാണ്. അതിലാണ് നാം നമ്മുടെ ഏറ്റവും കൂടുതൽ ഊർജം ചെലവഴിക്കുന്നത്. ഇതുവഴി നമുക്ക് കിട്ടുന്നത് നഷ്ടബോധം മാത്രമാണ്. അതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകാതെ എന്താണോ നാം ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നമ്മുടെ കണ്ണുകൾ തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ കാണേണ്ട പോലെ കാഴ്ചകളും നാം കാണുന്നില്ല. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളും ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാണാൻ നിങ്ങളുടെ കണ്ണൊന്ന് തുറന്നു പിടിച്ചാൽ മാത്രം മതി. നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് മനസ്സിലാകും. അതുപോലെ നമ്മുടെ ശീലങ്ങൾ മാറ്റുക. നമ്മുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മുടെ ശീലങ്ങളിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ വിജയിപ്പിക്കുന്ന ശീലങ്ങൾ വളർത്തിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന നല്ലൊരു പുസ്തകമാണ് ജെയിംസ് ക്ലിയർ എഴുതിയ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകം. എങ്ങനെയാണ് പുതിയ ശീലങ്ങൾ രൂപപ്പെടുന്നത്, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മെ എത്താൻ സഹായിക്കുന്ന ദീർഘകാല ശീലങ്ങൾ എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നൊക്കെ വിശദമായി പറയുന്ന ഈ പുസ്തകം പറ്റുമെങ്കിൽ എല്ലാവരും വായിക്കുക. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം വരുന്നത് നാം എടുക്കുന്ന നൂറുകണക്കിന് ചെറിയ ചെറിയ തീരുമാനങ്ങളുടെയും ശീലങ്ങളുടെയും സംയുക്ത ഫലങ്ങളിൽ നിന്നാണ്. ഈ പുസ്തകത്തിൽ ഗ്രന്ഥകാരൻ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ലക്ഷ്യങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ശീലങ്ങൾ ഉപയോഗിച്ച് ഒരു സംവിധാനം
സംവിധാനം സ്വയം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അതിന് നമ്മെ തീർച്ചയായും സഹായിക്കുന്നൊരു പുസ്തകമാണിത്. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.